ഞങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മളിന്ന് ഒരുപാട് വാർത്തകളും ചരമകോളത്തിലും അല്ലാതെയും ആധുനിക മീഡിയയിലൂടെയും പറഞ്ഞും വായ്മൊഴിയായെല്ലാം ലഹരിയുടെയും അതിന്റെ ഉപയോഗത്തിന്റെയും അതിന്റെ അനന്തരഫലവും അതിലൂടെ അനേകര് പ്രാണൻ വരെ നഷ്ടപ്പെടുന്നതും ജീവൻ നശിക്കുന്നതും അനേക കുടുംബങ്ങളുടെ തകർച്ചയും അനേകർ ആത്മഹത്യക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നതും അല്ലെങ്കിൽ കൊലപാതകന്മാരായി തീരുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഒരവസ്ഥ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖവും ഭാരവുമുണ്ട്. അതുപോലെ തന്നെ ആണ് നിങ്ങൾക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങളുടെ ആയിരിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ മനുഷ്യനെ കാർന്നു നിന്ന അനേക കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഈ ലഹരിക്കെതിരെ ഒരു മനസ്സോടെ നമുക്ക് ജാതി മതഭേദമന്യേ കൈകോർക്കാമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഘു സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാടായി കേട്ടുവന്നിരിക്കുന്നത് മദ്യവും കഞ്ചാവും പുകവലിയും അതിന്റെ ദൂഷ്യഫലങ്ങളും പരസ്യങ്ങളിലാകട്ടെ ബോധവൽക്കരണങ്ങളിലാകട്ടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കാണുന്നത് ഈ വക ലഹരിയാണെങ്കിൽ ഇന്ന് കാലം അതിവേഗം മുന്നോട്ട് പോയിരിക്കും. ഇതിന്റെ മണമെല്ലാം കൊണ്ട് നമുക്കൊരു വ്യക്തി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും അനവധിയായി അവരുടെ സംഭാഷണത്തിലാവട്ടെ ശരീരഭാഷയിലായിക്കോട്ടെ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഗന്ധത്തിലായിക്കോട്ടെ നമ്മൾ ഏത് ലഹരി അവർ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ലഹരിയാകുന്ന MDMA പോലുള്ള സിന്തറ്റിക് ലഹരികളിലേക്ക് കടന്നു വരുമ്പോൾ ഉപയോഗിച്ച വ്യക്തിയിൽ പ്രകടമായി യാതൊരുവിധ വ്യത്യാസവും കാണാതെ എന്നാൽ ക്രമേണ ഒരു 4-5 സ്റ്റെപ്പിലൂടെ അവർ കടന്നുപോയി ഒടുവിൽ ഒന്നെങ്കിൽ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനെ കവരുക എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായി ഈ ലഹരി പിടിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കരുത് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. എന്നാൽ ഈ ലഹരി നമ്മുടെ ഈ കുഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ അടുക്കളകളിലും തീന്മേശകളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചു ബാഗുകളിലുമുണ്ട്. ലഹരിയുമായി പിടിക്കപ്പെട്ട പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ ലഹരിയുടെ വിപണനക്കാർ ഏതെങ്കിലും ഒരു മാഫിയല്ല, ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ തന്നെയാണ്. ഇത് ആദ്യമായി അബദ്ധത്തിലാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഒരൊറ്റ ഉപയോഗം കൊണ്ട് തന്നെ മനുഷ്യന് അടിമയായി തീരുകയാണ്. വളരെ ഭയത്തോടെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു തവണയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ അറിയാതെ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഒരു ആഹാരത്തിലൂടെ ആയിക്കോട്ടെ ഒരു മധുര പലഹാരത്തിലൂടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു വിധേനെ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിച്ചാൽ അവർ ഒറ്റ ഉപയോഗം കൊണ്ട് ഇതിന് അടിമയായി തീരും. മലപ്പുറത്ത് ഒരു നല്ല സുമുഖനായിരുന്ന ഒരു യൗവനക്കാരനുണ്ട്. തന്റെ 22 വയസ്സ് വരെ ഒരു ലഹരിയും ഉപയോഗിക്കാതെ നന്നായി കുടുംബം നോക്കിയിരുന്ന നല്ല അനുഗ്രഹീതനാകുന്ന ഒരു കുഞ്ഞ്. ദേശത്ത് നല്ല സാക്ഷ്യമുണ്ടായിരുന്നു, വീട്ടിൽ നല്ല സാക്ഷ്യമുണ്ടായിരുന്നത്, എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ഒരു നല്ല മകൻ. എന്നാൽ കൂട്ടുകാരുമൊത്ത് കോഴിക്കോട് ബീച്ച് കാണാൻ പോയപ്പോ അവര് ഈ ലഹരിയുടെ ഒരല്പം ഒരു തരിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതിന് മണമൊന്നുമില്ല, മറ്റു ലഹരിയെ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെട്ടിട്ട് നീ ഉപയോഗിച്ചിട്ടില്ല, അതിന് മണമുണ്ട്, ആൾക്കാർ അറിയുമെന്ന് അറിഞ്ഞിട്ടാ, എന്നാൽ ഇതാരും അറിയത്തില്ല, നീ ഒരു പ്രാവശ്യം വന്ന് ഉപയോഗിച്ചു നോക്കും, എല്ലാത്തിന്റെ രുചി ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഇങ്ങനെയാ നമ്മുടെ കുഞ്ഞുങ്ങളെയും പലരും വീഴ്ത്തിക്കളയുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ, പിന്നെ ജീവിതമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ വളരെ അവരെ വശീകരിക്കുന്ന പദങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ താൻ ഒരു തവണ മാത്രമായി ഇതിന്റെ രുചി അറിയാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഇന്ന് അതിന്റെ കച്ചവടക്കാരനായി, അതിന്റെ വിൽപ്പനക്കാരനായി. ഇതിന്റെ 0.5 മില്ലിഗ്രാം വാങ്ങുവാൻ 1500 രൂപയോളം വേണ്ടിവരുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഡോസ് എടുത്ത് ഇത് പിന്നെ വരുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഡോസ് വർദ്ധിപ്പിക്കണം. ഇത് ഉപയോഗിക്കുന്ന വ്യക്തി പ്രാരംഭത്തിൽ അവൻ ഉറക്കം നഷ്ടപ്പെടും, അവൻ ശാന്തനായിരിക്കും, ഇതിൻ്റെതായ ഒരു അടയാളവും ലക്ഷണവും പ്രകടമായി കാണില്ല. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവന് വിശപ്പ് നഷ്ടപ്പെടും. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവന് സംശയം ഉടലെടുക്കും. സ്വന്തം മാതാവിനെ സംശയം, പിതാവിനെ സംശയം, സ്വന്തം നിഴലിനെ പോലും സംശയിക്കുന്ന നിലയിൽ 4ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവൻ അക്രമകാരിയായി തീരും. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവനുപയോഗിക്കുന്ന ലഹരിയുടെ ഡോസിന് ഉദ്ദേശം 12,000 രൂപയോളം താൻ കണ്ടെത്തുന്നു വരും.
നമ്മുടെ വിദ്യാർത്ഥികൾ, കുഞ്ഞു കുട്ടികൾ ഇതിന് വഴിയില്ലാതെ അവർ മോഷ്ടാക്കളായി മാറും. മറ്റ് വഴിവിട്ട ജീവിതയിലേക്ക് സ്വന്തം ശരീരം പോലും കച്ചവടത്തിന് വെച്ച് ലഹരി വാങ്ങുന്ന യൗവനക്കാരെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ആ ഭാരത്തോട് നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിലായി ഈ 12,000 രൂപ കണ്ടെത്താൻ അകത്തുനിന്നും പുറത്തുനിന്നുമായി മോഷണങ്ങൾ നടത്തി അതും തികയാതെ വരുമ്പോൾ അവൻ ഇതിന്റെ കച്ചവടക്കാരനായി തീരും. ഇതിന്റെ കച്ചവടം ചെയ്യുന്നവർ ബാംഗ്ലൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് ഒരു ഡോസ് സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ പണത്തിന്റെ ലാഭവും ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോസും കണ്ട് ഇവർ ഓരോരുത്തരും അതിന്റെ കച്ചവടക്കാരായി മാറുകയാണ്. ഇതൊന്നും നമ്മളിൽ നിന്ന് അധികം വിദൂരമായ സംഭവമോ നമ്മുടെ ഭവനത്തിൽ സംഭവിച്ചുകൂടാത്ത കാര്യമോ അല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ കച്ചവടക്കാരായി തീരുമ്പോൾ ഇതുകൊണ്ട് ഇവർ അനവധിയായി നശിക്കുന്നതല്ലാതെ ആരും ഇതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഇവർ അടുത്ത കച്ചവടക്കാരെ കണ്ടെത്തുവാൻ ഇവർക്ക് കിട്ടുന്ന ബങ്കിൽ നിന്ന് അവർക്ക് എളുപ്പവഴി ഉണ്ട്. മറ്റു കാര്യങ്ങൾ, മറ്റു ലഹരിയൊക്കെ മറ്റേത് ഉൽപ്പന്നമായിക്കൊള്ളട്ടെ വിൽക്കണമെങ്കിൽ പറഞ്ഞ് ഒരു മനുഷ്യനെ മനസ്സിലാക്കണം. ഇത് അബദ്ധവശാലാണെങ്കിലും ഒരുത്തനെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഇതിന് അടിമയാകുമെന്ന് ഈ വിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നത് കൊണ്ട് അവരുടെ കൂട്ടുകാരെ ഇവർ വശീകരിക്കാനിടയാകും. അങ്ങനെ ഇവർ ഒരു തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കും, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് ഒരു തരി 0.5 മില്ലിഗ്രാം ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്താൽ അന്ന് മുതൽ അവനെ ലഹരിക്ക് അടിമയായി തീരും. അടുത്ത ദിവസം മുതൽ അവൻ ഈ വ്യക്തിയുടെ നിന്ന് സാധനം ഉപഭോക്താവായി മാറും. അങ്ങനെ ആണ് ഇവരെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളോട് വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും. ഞാനീ പറഞ്ഞ യുവനക്കാരൻ 6 തവണയിലധികമായി താൻ ഇതിന് രക്ഷപ്പെടാൻ ഈ ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം പോയി ചികിത്സ തേടിയ മനുഷ്യനാണ്. 6 തവണയും 1-2 മാസം കഴിയുമ്പോൾ സ്വഭാവമൊക്കെ നോർമലായി അക്രമാസക്തിയൊക്കെ മാറിയെന്ന് ശാന്തനായെന്ന് കാണുമ്പോൾ ഈ യൗവനക്കാരനെ പുറത്തേക്ക് വിടുമ്പോൾ പുറത്ത് വരുന്നതിന് മുൻപ് തന്നെ ഇവൻ ഇത് വാങ്ങുവാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടാണ് കടന്നു വരുന്നത്. പുറത്തു വന്നിട്ട് ഇവൻ അപ്പോൾ തന്നെ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയ അങ്ങനെ പലതവണയായി അകത്തു പോവുകയും നല്ല നടപ്പ് ഉണ്ടാവുകയും പുറത്തു വരികയും വീണ്ടും ഇതിന്റെ വിൽപ്പനക്കാരനും ഇത് ഉപയോഗിക്കുന്നവനും ഇതിനടിമയായി തീരുക. അങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എളുപ്പമല്ല. നമ്മൾ പല ലഹരിയെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നിർത്താവുന്ന. പക്ഷെ ഇതങ്ങനെയല്ല. സത്യം നമ്മൾ മനസ്സിലാക്കണം. അവനവനെ കാർന്ന് നശിപ്പിക്കുന്ന അതേത് ലഹരിയായിക്കൊള്ളട്ടെ ഇതിൽ നിന്ന് പുറത്തു വരാൻ എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ലഹരികളിൽ നിന്ന് പുറത്തു വരുവാൻ ഒട്ടുമേ എളുപ്പമല്ല. പക്ഷേ ഇതിനൊരു വഴിയുണ്ട്. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ, ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തു വരുവാൻ, ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം വരുത്തുവാൻ, നല്ല ജീവിതാംശത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സ്വൈര്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാർഗമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചോദിക്കൊള്ളാം. ആ മാർഗം മറ്റൊന്നുമല്ല, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പ്രിയ സൃഷ്ടിയാക്കി മാറ്റിയ യേശു ക്രിസ്തുവിന് ഒരു മനുഷ്യനെ ഏത് അടിമനുഖത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. യേശു പ്രകാരം പറഞ്ഞു, എന്റെ മുഖം മൃദുവും ലഘുവുമാണ്. യേശു അടിമമുഖങ്ങൾ ഏതു തന്നെയാണെങ്കിലും, ഏത് സ്വഭാവ വൈകൃതങ്ങളാണെങ്കിലും, ഏത് ലഹരിയുടെ അടിമത്വമാണെങ്കിലും അതിനെ എടുത്തു മാറ്റിയിട്ട് മൃദുവും ലഘുവുമായ യേശുവിന്റെ മുഖം അവന്റെ തോളിലേറ്റിക്കഴിഞ്ഞാൽ ഏത് ലഹരിയിൽ നിന്നും അവൻ പുറത്തു വരും. മദ്യപാനത്തിന്റെയും കാര്യം വിഭിന്നമല്ല. മദ്യവെച്ച് 32-ാം വയസ്സിൽ മരിച്ചുപോയൊരു പിതാവിന്റെ മകനാണ് ഞാൻ. താൻ മദ്യവെച്ച് ഒടുവിൽ ഇത് നിർത്താൻ വേണ്ടി ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി ആഗ്രഹിച്ചിട്ട് നിർത്താൻ കഴിയാതെ തനിക്ക് ശരീരത്തിൽ ഹൃദയത്തിന് രോഗം മദ്യം മൂലമുണ്ടായി, അതേപോലെ തന്നെ നിക്കോട്ടിന്റെ രോഗമുണ്ടായി, അനവധിയായ വിഷയങ്ങളുണ്ടായി. ഒടുവിലായി ഒരിക്കൽ ഒരു റോഡരികിൽ ഒരു കവലയിൽ കിടന്നു മരിച്ച ഒരു പിതാവിന്റെ മകനാണ് ഞാൻ. അങ്ങനെയുള്ള ജീവിതാവസ്ഥയിൽ ബാല്യത്തിൽ ഏറെ സന്തോഷിക്കേണ്ട, ഏറെ ആനന്ദിക്കേണ്ട ബാല്യത്തിൽ പിതാവ് വരുന്ന സമയത്ത് ചെങ്കെടുപ്പ് കൂടും. എന്നെ പോലെ അനുഭവിക്കുന്ന അനവധി ബാല്യങ്ങൾ ഇന്നുമുണ്ട്. ബാല്യത്തിന്റെ ഓർമ്മകൾ ഓർക്കുമ്പോൾ ഞെടുക്കമുണ്ടാകുന്ന അനേക ബാല്യങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഓടി വന്ന് മാറിലേക്ക് ചാടി വീഴേണ്ട നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ ഭയം ഒളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പനും മകനും, അപ്പനും മകളും, അപ്പനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെയെല്ലാം ഉറച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ലഹരിക്ക് നിങ്ങൾ ഇന്ന് അടിമയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു.
ഞാൻ എന്റെ ദേശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേശനിവാസികൾ എന്നെ നോക്കിയിട്ട് അത്ഭുതത്തോടെ എന്നോട് നേരിട്ട് മുഖാമുഖമായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തമ്പിയുടെ മകൻ അവൻ എങ്ങനെ ഇങ്ങനെയായി? ഒരു കാരണവശാലും അവന്റെ മകൻ ഇങ്ങനെ ഈ ലഹരിയൊന്നും ഉപയോഗിക്കാതെ, ഈ ലഹരിക്കൊന്നും അടിമപ്പെടാതെ സുവിശേഷവും വചനവും എടുത്തുകൊണ്ട് ശാന്തനായി നിൽക്കേണ്ട ഒരു മനുഷ്യനല്ലല്ലോ. അത്രയും അക്രമ സ്വഭാവം ഉണ്ടായിരുന്ന, അത്രയേറെ ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന, 9ാമത്തെ വയസ്സ് മുതൽ മദ്യപിച്ച് പുകവലിച്ചു തുടങ്ങിയിരുന്ന പിതാവിന്റെ മകൻ ഈ ലഹരിയിലേക്ക് തിരിഞ്ഞില്ല. കാരണം ഞാൻ യേശുവിനെ കണ്ടെത്തി. ഇന്ന് ആ യേശുവിനെ നിങ്ങൾക്കും പരിചയപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, പിതാവോ മാതാവോ ലഹരിയിൽ അടിമപ്പെട്ട് കിടക്കുമ്പോൾ എന്റെ അപ്പനെയോ അമ്മയോ അവരെ ആരെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തെ രക്ഷിച്ച, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ യേശുവിനെ നിങ്ങളെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയും. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. തീർച്ചയായും പഴയത് കഴിഞ്ഞു പോകും. വീണ്ടും ജനനം എന്ന് പറയുന്ന ഒന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരിക്കൽ കൂടി ജനിക്കാൻ ഒരു അവസരം ആത്മാവിലുണ്ട്. നമ്മൾ ശരീരത്തിന് വേണ്ടി അനവധിയായ, ശരീരത്തിന്റെ അല്പമായ സുഖത്തിനും സൗകര്യത്തിനും ശരീരത്തെ മോടി പിടിപ്പിക്കാനുമായി അനവധിയായി പണം മുടക്കുമ്പോൾ, 1 രൂപ മുടക്കാതെ നമ്മുടെ ഉള്ളിൽ അനന്തമായി തുടരുന്ന ആത്മാവിന്റെ സൗഖ്യത്തിനും സുഖത്തിനുമായി വീണ്ടും ജനനം എന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. സമാധാനമില്ലാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം വീണ്ടും ആരംഭിക്കുവാൻ ഇതൊരു അവസരമാണ്. 2 തവണ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ നിന്ന് ഈ കാര്യം വിളിച്ചു പറയുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്റെ തല ആ റെയിൽ പാളത്തിൽ ഉടലും തലയും വേർപെട്ട് കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇറങ്ങി നടന്നുപോയ സമയത്ത് എന്നെ പിന്നോട്ട് തിരിച്ചു വിളിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന യേശു ക്രിസ്തുവിനെ ഈ ദേശത്ത് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത എന്ത് ജീവിതത്തിലുണ്ടെങ്കിലും, അത് ലഹരി ആയിക്കോട്ടെ, സ്വഭാവമായിക്കോട്ടെ, ജീവിത സാഹചര്യമായിക്കോട്ടെ, ഒരു മുഴം ടയറിനോ ഒരു കുപ്പിയിലെ അല്പം വിഷത്തിനോ ജീവിതം വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം പുതുതാക്കി തീർക്കാൻ കഴിയുന്ന യേശു ഇന്ന് മതിയായവനാണ്. എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ ചിന്തിക്കണം. 1, പാപങ്ങളെ കുറിച്ച് അനുദപിക്കണം. 2, രക്ഷിക്കപ്പെടണം. 3, സ്നാനപ്പെടണം. എന്താണ് അനുതാപം? 1, ഞാനൊരു പാപിയാണെന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയണം. നമ്മളുടെ ഹൃദയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിലാണ് നമ്മളുടെ പാപം ആരംഭിക്കുന്നത്. കാഴ്ചയിൽ പാപമുണ്ട്, നമ്മുടെ സംസാരത്തിൽ പാപമുണ്ട്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ പാപമുണ്ട്, അനീതിയുണ്ട്. ഇത് പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് യേശുവിനോടൊന്ന് പറഞ്ഞാൽ, യേശുവേ, എന്റെ ജീവിതത്തിൽ പാപമുണ്ട്, അതുപോലെ എന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ട്, എന്റെ ജീവിതത്തിൽ നിരാശയുണ്ട്, എന്റെ ജീവിതം തകർന്നൊരവസ്ഥയിലാണ്, എന്റെ കുടുംബം നാശത്തിന്റെ വക്കിലാണ്, എന്നെ ഒന്ന് സഹായിക്കണമേ യേശുവേ, എന്റെ കുടുംബത്തിലേക്കും ഒന്ന് ഇറങ്ങി വരണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്കതിന് യോഗ്യതയില്ല, യേശു വരുവാനുള്ള യോഗ്യത എനിക്കും എന്റെ കുടുംബത്തിനും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ വചനം എങ്ങനെയാ പറയുന്നത്? ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര തേടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം നിങ്ങളോട് പറയുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. ഞാൻ നീതിമാനായിരുന്നില്ല, നിശ്ചയമായും ഞാൻ പാപിയായൊരു മനുഷ്യനാ. യേശു പാപികളെ തേടി വന്നതുകൊണ്ട് ആ കൂട്ടത്തിൽ എന്നെയും കർത്താവ് ചേർക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകി വെളുപ്പാക്കി. അങ്ങനെ ഒരു പാപിയാണെന്ന് ഒരു ബോധ്യമുണ്ടായി, ഒരു മനസ്താപമുണ്ടായി. 2ാം ഘട്ടമാണ് രക്ഷിക്കപ്പെടുക. അതായത്, യേശുവേ, എന്റെ ജീവിതം ഇങ്ങനെ പോയിട്ട് ഏറെക്കുറെ ഞാൻ നശിക്കുമെന്നാണ് തോന്നുന്നത്. യേശുവേ, എന്റെ കുടുംബം ആകെ നശിക്കുമെന്നാണ് തോന്നുന്നത്. എന്റെ ബുദ്ധിയും പ്രാപ്തിയും വെച്ച് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്തിട്ട് ഇതെനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. യേശുവേ, അങ്ങ് എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് നാവ് കൊണ്ട് ആർക്ക് പറയാൻ കഴിയുന്നു? യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ആര് സ്വീകരിക്കുന്നുവോ അവന്റെ ജീവിതം മാറും. എന്റെ വീടിനോട് ചേർന്ന് ഏറ്റവും അടുത്ത താമസിച്ചിരുന്ന ഒരു അച്ചായനുണ്ട്. സണ്ണി എന്നാണ് അച്ചായന്റെ പേര്. അച്ചായൻ ഒരു ദിവസം 1.5 ലിറ്റർ മദ്യം കുടിക്കും, അതുപോലെ 10 കണക്കിന് വീടിയും താൻ കുടിക്കും. തനിക്കത് തികയുന്നില്ല. ഒരിക്കലും ഇതേപോലെ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഉപദേശി
ഒരു വചനം എന്നെ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശു വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ഒരു ഉപദേശം വിളിച്ചു പറഞ്ഞപ്പോൾ ആ വചനം കേട്ടിട്ട് ആ മനുഷ്യനത് അത്ഭുതമായി തോന്നി. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമോ? ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുമോ? തനിക്ക് മദ്യം തികയാതെ വന്നപ്പോൾ സ്വന്തമായി വാറ്റുചാരായം ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്ന സഹോദരനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സഹോദരൻ യേശുവിനെ വിശ്വസിക്കാൻ ഇടയായി തീർന്നു. തന്റെ ഹൃദയത്തിൽ യേശു എന്ന രക്ഷിതാവും കർത്താവുമാണെന്ന് താൻ വിശ്വസിച്ചു. തന്റെ നാവ് കൊണ്ട് യേശു തന്റെ രക്ഷിതാവാണെന്ന് താൻ ഏറ്റു പറഞ്ഞു. 1.5 ലിറ്റർ മദ്യം കുടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സ്വിച്ചിട്ടതുപോലെ ആ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു. ഏത് മരുന്നിനൊരു മനുഷ്യനെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും? വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. വിഡ്രോവൽ സിൻഡ്രം അത് ഏതുവിധ ലഹരിയാണെങ്കിലും അതിന് ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം ആ ലഹരി ആവശ്യപ്പെട്ടുകൊണ്ട് തലച്ചോറ് പുറപ്പെടുവിക്കുന്ന ചില സിംറ്റമാണ് വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്നത്. അത് ആ വിഡ്രോവൽ സിൻഡ്രം അതൊരു അവസ്ഥയാണ്. അതായത് ശരീരം വീണ്ടും ആ ലഹരി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വിഡ്രോവൽ സിൻഡ്രം ഇല്ലാതെ ഈ ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് യേശു ക്രിസ്തുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. ഇന്ന് അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഇതേപോലെ കൗലപ്രസംഗം നടത്തുന്ന പല സ്ഥലത്തും കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് ആ കുരുക്കിലേക്ക് തലയെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയോട് വിളിച്ചു പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വ്യക്തിപരമായി വരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതെങ്കിലും നിരാശയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? യേശു നിങ്ങളെ വിടുവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? യേശു നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കടഭാരത്തിലും ദുഃഖത്തിലുമാണോ നിങ്ങൾ കടന്നു പോകുന്നത്? യേശു നിങ്ങളെ സഹായിക്കും. യേശു മതിയായവരാണ്, സകലത്തിനും മതിയായവർ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഇന്ന് ഈ ദേശത്ത് ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുക. അതായത് ഹൃദയം കൊണ്ട് യേശുവിന്റെ രക്ഷിതാവും കർത്താവുമാണെന്ന് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുക. ഈ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മൂന്നാമതൊരു കടമയാണ് സ്നാനപ്പെടുക. അവൻ ജലത്തിലിറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് കയറിയാൽ പരിശുദ്ധാത്മാവിനെ അവൻ ലഭിക്കും. അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും, പുതിയ സൃഷ്ടിയാകും. ഇങ്ങനെയാണ് വീണ്ടും ജനിക്കാൻ കഴിയുക. ഈ വീണ്ടും ജനിച്ച വ്യക്തിക്ക് പഴയ സ്വഭാവമില്ല, പഴയ ദേഷ്യമില്ല. ഞങ്ങളിൽ പലരും ദേഷ്യക്കാരായിരുന്നു, കോപക്കാരായിരുന്നു, കലഹക്കാരായിരുന്നു. ഭവനത്തിൽ വീട്ടുകാർ മടുത്തിട്ടുണ്ട്, വീട്ടുകാർ ഞങ്ങളെ കൊണ്ട് പുറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ കലഹമില്ല, ഇന്ന് ആ ദേഷ്യമില്ല, ഇന്ന് ആ കോപ സ്വഭാവമില്ല, ഇന്ന് ആ പാപ സ്വഭാവമില്ല. അപ്പനോടും അമ്മയോടും സ്നേഹം, സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും സ്നേഹം, എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നു, എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്നു. എന്താണ്? ഞങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയായി. അല്പം മുൻപ് പറഞ്ഞതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറി. പഴയത് കഴിഞ്ഞുപോയി. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും വീണ്ടും ഒരു ആരംഭത്തിന് വേണ്ടി ഒരു വഴി അന്വേഷിക്കുന്നുണ്ടോ? എങ്ങും പോകണ്ട, കുന്നുകൾ കയറണ്ട, സമതലങ്ങൾ താണ്ടണ്ട, ഭാരങ്ങൾ ചുമക്കണ്ട, തുകകൾ മുടക്കണ്ട, പണം കൊടുക്കണ്ട, ഒരു രൂപ കൊടുക്കാതെ സൗജന്യമായി നൽകുന്ന രക്ഷ. എന്നാൽ സൗജന്യമായി നൽകുന്ന രക്ഷയിൽ ഇതിന് വിലയില്ലെന്ന് വിചാരിക്കരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും പേരോർത്തുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് നമ്മുടെ സകല പാപത്തിനും സകല രോഗത്തിനും സകല ശാപത്തിനും പരിഹാരമായി യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്ന് മരിച്ചതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ട്. അങ്ങനെ ഇത് അത്രയും വില മുടക്കി യേശു നൽകിയിരിക്കുന്ന ആ രക്ഷയിലേക്കാണ് സൗജന്യമായി നിങ്ങളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ മടുത്തുപോയോ? നിങ്ങൾ ദുഃഖിച്ചോ? ഭാരത്തിലാണോ? പ്രയാസത്തിലാണോ? സങ്കടപ്പെടേണ്ട. ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന യേശു, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച യേശു, ഒരമ്മയേക്കാൾ അധികമായി വാത്സല്യമുള്ള യേശു. അതേപോലെ ഒരു കോഴി തന്റെ കുഞ്ഞിനെ എങ്ങനെ ചിറകിന്റെ കീഴിൽ മറച്ചു സൂക്ഷിക്കുമോ അതുപോലെ മറച്ചു സൂക്ഷിക്കുന്ന യേശുവിന്റെ സ്നേഹം.
ഇന്ന് ഈ ലഹരിയിലേക്ക് അനേകരായി അടിമപ്പെട്ടു പോകുമ്പോൾ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുകയും ലഹരിയിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മാർഗവുമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം, യേശുവിനെ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു ലഘുലേഖ ലഭിച്ചിട്ടുണ്ടാവാം. ആ ലഘുലേഖയുടെ പിൻവശത്ത് ഒരു പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയം ഞങ്ങളുടെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് ഇടയിൽ നിന്ന് കണ്ണുനീരോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ ഇതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന് ജീവനോടെ ഈ ഭൂപരപ്പിൽ ഞങ്ങളായിരിക്കുന്നത്. പണ്ടേ മണ്ണിടിഞ്ഞു പോകേണ്ടതായിരുന്നു, പണ്ടേ മരിച്ചു പോകേണ്ടതായിരുന്നു, എന്നേ ചുമരിൽ ഒരു പടം മാത്രമായി ശേഷിക്കേണ്ടതായിരുന്നു. എന്നാൽ ജീവിതം തുടരുമാറാക്കിയ, ജീവിതത്തിൽ വീണ്ടും അവസരം നൽകിയത് ആരുടെയൊക്കെയോ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാ. ഇന്ന് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിലൂടെ ഭാരപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ സാധിക്കുന്നില്ല, ഈ വിഷയത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധൈര്യമായി നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ഞങ്ങൾ കണ്ണുനീരോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് ജീവിതത്തിൽ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തണം. എന്നാൽ മുന്നോട്ട് വരുവാൻ നിങ്ങൾ ആരെയൊക്കെയോ സാഹചര്യങ്ങളെ ഭയക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വ്യത്യാസം വരാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, അതേപടി ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും യേശു നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. യേശുവിനൊരു പ്രത്യേകതയുണ്ട്. യേശു വ്യക്തിപരമായ ഒരു പേഴ്സണൽ ഗോഡാണ്. എവിടെയാണെങ്കിലും അവിടെ യേശു ഇറങ്ങി വരും. നിങ്ങൾ തൊഴുത്തിലാണെങ്കിൽ യേശു അവിടെ ഇറങ്ങി വരും. നിങ്ങൾ കിടപ്പുമുറിയിലാണെങ്കിൽ യേശു അവിടെ ഇറങ്ങി വരും. എന്തിന്? നിങ്ങൾ ബാത്റൂമിലാണെങ്കിൽ പോലും അവിടെ ഇരുന്ന് ദുഃഖിച്ചാൽ നിലവിളിച്ചാൽ യേശു അവിടെ ഇറങ്ങി വരും. കാരണം യേശുവിന് സ്ഥലവും സാഹചര്യവുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള വിലയേറിയ ആത്മാവിനെ ഇഷ്ടമാണ്, നിങ്ങളെ അത്രയും സ്നേഹമാണ്. യേശു നിങ്ങളെ അത്രയേറെ ജീവൻ തന്ന് സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു. എന്റെ ജീവിതത്തിൽ കുറവുകളും പാപങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്റെ കുറവുകളെയും പാപങ്ങളെയും ഒന്ന് കഴുകണമേ. എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ എന്നിൽ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി യേശുവേ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തണമേ. ഇത്രയും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരും, നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. വീണ്ടും ആ ലഹരിയെ കുറിച്ച് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പോരാടണം. ഇനി വരുന്ന തലമുറകൾ നാടിന്റെ വാക്തത്വമാ, നാട്ടിൽ ഏതൊക്കെയോ പൊസിഷനിൽ ഇരിക്കേണ്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ ഓടിക്കളിച്ച് നടക്കുന്നത്. അവർ മന്ത്രിമാരാകേണ്ടതാ, മുഖ്യമന്ത്രിമാരാകേണ്ടതാ, കളക്ടർമാരാകേണ്ടതാ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാകേണ്ടതാ. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ ലഹരി മുന്നിട്ടിറങ്ങുമ്പോൾ അവരെ യേശുവിന് കൊടുത്താൽ യേശു അവരെ പൊന്നുപോലെ സൂക്ഷിക്കും. ഒരു ലഹരിക്കും അടിമപ്പെടാതെ യേശു അവരെ കാത്തു പരിപാലിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ യേശു അവരെ ചേർത്ത് സൂക്ഷിക്കും. അവരെ നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കുവാൻ യേശു മതിയായവൻ. ഒരു വാക്കുകൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്ന് എന്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളായിരിക്കുന്നിടത്തും സമർപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മുൻപോട്ട് വന്നാൽ അതിനും ഞങ്ങൾ സജ്ജരാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, വിദേശത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിദേശത്തിലായിരിക്കുന്ന ഓരോ ഭവനങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. കണ്ണുനീരിലും രോഗത്തിലുമായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു അടിമത്തത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. പാരമ്പര്യമായ ശാപങ്ങളിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. യേശുവേ, ആ ഭവനങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ, ആ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് അങ്ങ് വ്യത്യാസം വരുത്തണമേ. കെട്ടുകളെ, ചങ്ങലകളെ, മുഖങ്ങളെ അഴിച്ചു കർത്താവേ, അവരെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്നതേ സമാധാനവും സന്തോഷവും ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് കൊടുക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് അങ്ങ് കൊടുക്കണമേ. ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തി ജീവിതങ്ങളെയും, കുഞ്ഞുങ്ങളെയും, കുടുംബമായ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദേശത്തിന്റെ അവസ്ഥയ്ക്ക് അങ്ങ് വ്യത്യാസം വരുത്തണം, സ്ഥിതിക്ക് അങ്ങ് ഭേദം വരുത്തണം. അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.